കാലവർഷത്തോടനുബന്ധിച്ച് നടത്തേണ്ട അടിയന്തര പ്രവർത്തനങ്ങൾക്കായി ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ എംഎൽഎ NK അക്ബറിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. കടപ്പുറം, പുന്നയൂർക്കുളം പഞ്ചായത്തുകളിൽ കടലേറ്റമുണ്ടെങ്കിലും ആരെയും മാറ്റിപ്പാർപ്പിക്കേണ്ടതായ സാഹചര്യം നിലവിലില്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറിമാർ യോഗത്തെ അറിയിച്ചു. കാലവർഷത്തിന്റെ ഭാഗമായി തകർന്ന വീടുകൾക്ക് ധനസഹായം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ചാവക്കാട് തഹസിൽദാർ പറഞ്ഞു. മരങ്ങൾ വീണ് നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നതായി KSEB അധികൃതർ പറഞ്ഞു. കാലവർഷവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അടിയന്തര പ്രവർത്തനങ്ങൾക്ക് സജ്ജമാകുന്നതിന് ഫയർഫോഴ്സ് ഓഫീസർക്കും സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർക്കും MLA നിർദ്ദേശം നൽകി. കുടിവെള്ളം തടസ്സമില്ലാതെ ലഭിക്കുന്നുവെന്ന് ജലസേചന വകുപ്പും തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാരും ഉറപ്പുവരുത്തണമെന്നും ആവശ്യമായ അനുമതി ജില്ലാ കളക്ടറേറ്റിൽ നിന്നും ലഭ്യമാക്കുവാനും MLA ആവശ്യപ്പെട്ടു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വെള്ളക്കെട്ടുണ്ടാകുന്നതായും സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാതായതായും യോഗം വിലയിരുത്തി. ചാവക്കാട് ചേറ്റുവ ബൈപ്പാസിൽ 85 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കാന നിർമ്മാണം അടിയന്തരമായി തുടങ്ങുന്നതിനും ബൈപ്പാസ് റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിനും പൊതുമരാമത്ത് NH വിഭാഗത്തിന് MLA നിർദ്ദേശം നൽകി. കടപ്പുറം സൈക്ലോൺ ഷെൽട്ടറിലേക്ക് കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുവാൻ തഹസിൽദാർക്ക് MLA നിർദ്ദേശം നൽകി. അവലോകന യോഗത്തിൽ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TV സുരേന്ദ്രൻ, ബിന്ദു സുരേഷ്, ജാസ്മിൻ ഷഹീർ, NMK നബീൽ, സാലിഹ ഷൌക്കത്ത്, വിജിത സന്തോഷ്, ചാവക്കാട് തഹസിൽദാർ കിഷോർ കുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, ചാവക്കാട്.